പാർട്ടി അത് അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഞാൻ അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ അവർ എന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും നേരത്തെ സംയുക്തമായിട്ടുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അന്വേഷണം നടത്തി. വിജയേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ആ റിപ്പോർട്ടിനെതിരായി വിജയേട്ടൻ ഉൾപ്പെടെയുള്ള ഒരാളും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ആ അന്വേഷണ റിപ്പോർട്ട് സാധൂകരിക്കുന്ന നിലപാടാണ് അന്ന് വിജയേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തത്. മറിച്ച് ഒരഭിപ്രായം വിജയേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ വിജയേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പരാതി കൊടുക്കുമായിരുന്നു. അന്ന് പരാതി കൊടുത്തിട്ടില്ല. നമസ്കാരം. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളുമായാണ് NM വിജയന്റെ കുടുംബം രംഗത്തെത്തുന്നത്. കത്ത് നേരിട്ട് നൽകി എന്ന് കുടുംബം പറയുമ്പോൾ കത്ത് വായിച്ചിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. കത്തിന്റെ ആധികാരികതയിൽ തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല. തന്നെ കുടുംബം ഭീഷണിപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നു. 50 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഒരു നേതാവിന്റെ ആത്മഹത്യ നേതാക്കൾക്ക് വെറും പാർട്ടിക്കാര്യം മാത്രമാണോ? ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള നേതാക്കളെ സംരക്ഷിക്കാൻ നേതൃത്വം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആത്മഹത്യക്ക് പിന്നിൽ ആരുടെ കൈ? ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. ഇന്ന് അതിഥികളായി പങ്കെടുക്കുന്നവർ CPIM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ്, സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. ഒപ്പം NM വിജയന്റെ മകൻ വിജേഷ്, മരുമകൾ പത്മജ വിജേഷ് എന്നിവർ. ആദ്യം ഞാൻ പോകുന്നത് K റഫീഖിലേക്കാണ്. റഫീഖ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ട ചില പ്രതികരണങ്ങളാണ് ആദ്യം ഞാൻ പ്ലേ ചെയ്തത്. അതായത് VD സതീശൻ പറയുന്ന ചില കാര്യങ്ങൾ, കൂടാതെ K സുധാകരനും ചില കാര്യങ്ങൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ഒതുക്കി തീർത്തതാണ്, ഇത് പാർട്ടി കാര്യമാണ്, എന്തിനാണ് IC ബാലകൃഷ്ണനെതിരെ അന്വേഷണം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ കത്തുമായി ബന്ധപ്പെട്ട് വളരെ നിസ്സംഗമായ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. കത്ത് വായിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അതായത് ഒരു കുടുംബം നേരിട്ട് ചെന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പാണ്, അവരുടെ ഒപ്പം നിന്ന ഒരു പ്രവർത്തകൻ, ഒരു നേതാവ്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് കൊടുക്കുന്ന ചില കാര്യങ്ങളിലുള്ള പ്രതികരണമാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായി, ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നൈറ്റ് മാർച്ചിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. എന്താണ് നിങ്ങൾ പറയുന്നത്? എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ല, ഇവിടെ ഈ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത, കോൺഗ്രസിന് വേണ്ടി ജീവിച്ചു മരിച്ച ആളാണ് NM വിജയേട്ടൻ. അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ ഈ രൂപത്തിൽ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കേരളീയ പൊതുസമൂഹം വലിയ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇപ്പൊ പറഞ്ഞ വാചകം നിങ്ങളിപ്പം ഇതിന്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചുവല്ലോ. അദ്ദേഹം പറയുന്നത് കുടുംബം ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ്. എങ്ങനെയാണ് ഇത് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നത്? കുടുംബത്തിന്റെ പ്രതികരണം അതിനുശേഷം വന്നിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം, ഞങ്ങൾ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ ഇങ്ങനെ BJP-യോ CPIM-ഓ പൈസ നൽകി എന്ന രൂപത്തിൽ, പൈസ നൽകാമെന്ന് പറഞ്ഞു എന്ന രൂപത്തിൽ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുകയാണ്. അപ്പൊ ഇതൊരു രാഷ്ട്രീയമായ വിഷയം മാത്രമായി ഇതിനെ കാണുകയാണ് ഇവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മാനുഷിക പ്രശ്നമല്ലേ? 5 പതിറ്റാണ്ട് കാലം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച ഒരാൾ, അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദിത്വം ഇന്ന ആളുകളാണ് എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അദ്ദേഹം ആ കത്തിൽ കൃത്യമായി പറയുന്ന കാര്യം, എത്ര പണം ഓരോരുത്തർ തരാനുണ്ട്, ഓരോരുത്തർക്ക് വേണ്ടി എത്രയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് അദ്ദേഹം അത് രേഖപ്പെടുത്തുന്നു. ആ കത്തിൽ ഏറ്റവും അവസാനിപ്പിക്കുന്ന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് പിന്നെ ഇന്ന ആളുകളാണ് ഉത്തരവാദി. അതിൽ DCC-യുടെ മുൻ അധ്യക്ഷൻ കൂടിയായ IC ബാലകൃഷ്ണനുണ്ട്, MLA കൂടിയായ IC ബാലകൃഷ്ണനുണ്ട്, ഇപ്പോഴത്തെ DCC-യുടെ അധ്യക്ഷൻ
പിന്നെ ND അപ്പച്ചനുണ്ട്, അതുപോലെ തന്നെ ഗോപിനാഥുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെല്ലാം ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. എന്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ആളുകളാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം കത്തിൽ പറയുന്ന കാര്യം, മകനോട് പറയുന്ന കാര്യം, മകൻ എഴുതിയ കത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കത്തുകൾ KPCC നേതൃത്വത്തെ ഏൽപ്പിക്കണം, എന്നിട്ട് കുറച്ച് ദിവസം കാത്തു നിന്നതിന് ശേഷമേ മീഡിയയ്ക്കും അതുപോലെ തന്നെ പോലീസിനും കൊടുക്കാവൂ. എന്ന് വെച്ചാൽ അദ്ദേഹം മരിക്കുന്ന വേളയിൽ പോലും കോൺഗ്രസിന് പ്രയാസമുണ്ടാകരുത് എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ആണ് മരിച്ചു വീണിട്ട് 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ ഇങ്ങനെ മരിച്ചിട്ട് ഇപ്പോഴും കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഉൾപ്പെടെ അവഹേളിക്കാനാണല്ലോ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് മനുഷ്യത്വമാണ് ഇവർക്കുള്ളത്? ഇവരുടെ കൂടെ പ്രവർത്തിച്ച, ഇത്രകാലം ഇവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളെ പോലും ഈ നിലയിൽ അവഹേളിക്കുമ്പോ എന്ത് മനുഷ്യത്വമാണ് ഇവർ കാണിക്കുന്നത്? അങ്ങേയറ്റം നീചമായ ക്രൂരമായ പ്രവർത്തനങ്ങളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഇത്രയും വലിയ തെളിവുകൾ പുറത്തു വന്നു, IC ബാലകൃഷ്ണന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിലെ തെളിവുകൾ പുറത്തു വന്നു. അത് NM വിജയന്റെ കത്തല്ല എന്ന് ഇവർക്ക് പറയാൻ വേണ്ടി കഴിയുമോ? NM വിജയേട്ടന്റെ കൈപ്പടയിൽ എഴുതിയ അദ്ദേഹത്തിന് ഒപ്പുവെച്ച കത്ത് അതല്ല എന്ന് ഇവർക്ക് പറയാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ പറയുമ്പോ ഈ നേരത്തെ വിജയേട്ടൻ കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ പോകുന്നു, പക്ഷെ എന്റെ മക്കളെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ മക്കളെ, അവശേഷിക്കുന്ന മകനെ കൂടെ ജീവിക്കാൻ അനുവദിക്കാത്ത നിലയിലേക്കുള്ള കാര്യങ്ങളല്ലേ ഇവർ പറയുന്നത്? അവരാകെ മോശമാക്കി ചിത്രീകരിക്കുകയല്ലേ? ഈ കുറ്റക്കാരെ, അഴിമതിക്കാരെ, കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഗോപിനാഥും ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണല്ലോ ഇവർ സ്വീകരിക്കുന്നത്. ഇതിൽ വിജയേട്ടൻ നേരത്തെ തന്നെ KPCCക്ക് 2-3 വർഷം മുമ്പ് തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ സിദ്ദിഖ് പറയുന്നത് കേട്ടു, ഒരു പരാതിയും അദ്ദേഹം നൽകിയിട്ടില്ല എന്ന രൂപത്തിൽ പറയുന്നത് കേട്ടു. പക്ഷേ 2-3 വർഷം മുമ്പ് തന്നെ അദ്ദേഹം KPCCക്ക് എഴുതിയ കത്ത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിലാണ് ശ്രീ റഫീഖ് ഇപ്പോ സിദ്ദിഖ് പറഞ്ഞത്, ഇത് നേരത്തെ തന്നെ അന്വേഷണം നടന്നതാണ്, സംയുക്ത അന്വേഷണമാണ് നടന്നത്. അന്ന് ചില കാര്യങ്ങളെല്ലാം ഇതിന്റെ റിപ്പോർട്ടായിട്ടൊക്കെ പുറത്തു വന്നപ്പോൾ അന്നില്ലാത്ത പരാതി പിന്നീട് എങ്ങനെ വരുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് ആ കാര്യത്തിൽ നമുക്ക് വ്യക്തമല്ല. പക്ഷേ റഫീഖ്, ഇപ്പോൾ ഇതിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഈ കത്തിന്റെ ആധികാരികത തന്നെ പരിശോധിക്കേണ്ടതാണ്, ഇതിലൊരു രാഷ്ട്രീയ കളി നടന്നിട്ടുണ്ട് എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ബത്തേരി സർവീസ് സഹകരണ ബാങ്കുമായിട്ടും ഏർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമനക്കോഴ, അവിടെ നടക്കുന്ന ചില അഴിമതികൾ, ഇതെല്ലാം ഇതിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായി താങ്കൾക്കൊക്കെ ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യമുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ കളിയിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ, ഇത്തരം അഴിമതിയും കോഴയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട്? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കി, ഇത് രാഷ്ട്രീയ കളിയല്ല. ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു മാനുഷിക പ്രശ്നമായിട്ട് തന്നെ ഇതിനെ പരിഗണിക്കണമെന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതിൽ കാണേണ്ട വിഷയം, ഇതിലൊരു വ്യക്തത കുറവുമില്ല. എന്തിനാണ് വ്യക്തത കുറവ്? ഞാൻ പറയുന്ന വളരെ കൃത്യമായ ഇതിൽ വ്യക്തതയുണ്ട്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങുന്നു. അത് വിജയേട്ടൻ ഉൾപ്പെടെ DCCയുടെ ഭാരവാഹി എന്ന നിലയിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ അനുസരിച്ചാണ് അദ്ദേഹം ഈ ഇടനിലക്കാരനായി പ്രവർത്തിച്ച് പണം വാങ്ങുന്നത്. എന്നാൽ പിന്നീട് നിയമനം കൊടുക്കാതെ വരുന്നു. ഈ കാർഷിക വികസന ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഗോപിനാഥ് നേതൃത്വം കൊടുത്ത കാർഷിക വികസന ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനം അവിടെ നടക്കുകയും ആ നിയമനം അഴിമതിയിലൂടെയാണെന്ന് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്ന് അവിടെ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തതാണ്. എന്നാൽ അർബൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ ഈ നിലയിലുള്ള നിയമനം നടത്തുന്നതിന് വേണ്ടി കോഴ വാങ്ങുന്നു. എന്നാൽ പിന്നീട് ചില ആളുകൾ സ്വീകരിച്ച, അന്നത്തെ ബോർഡിലൊക്കെയുള്ള ചില ആളുകൾ സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായി അവർക്ക് നിയമനം നൽകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പണത്തിന് വേണ്ടി തിരിച്ചു തരാൻ വേണ്ടി ഇവർ പലപ്പോഴും NM വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധപ്പെടുന്നു. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ആ പണമുള്ളത് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിലാണ്. അത് തിരിച്ചു തരാൻ വേണ്ടി ഞാൻ ഇതൊന്നും അവസാനിപ്പിക്കട്ടെ. തിരിച്ചു തരാൻ വേണ്ടി പല തവണകളായി ഈ പറയുന്ന ഈ IC ബാലകൃഷ്ണനെയും KPCC നേതൃത്വത്തെയും ഒക്കെ ബന്ധപ്പെടുന്നു. അങ്ങനെ കിട്ടാതായപ്പോ സ്വന്തം സ്ഥലം ഉൾപ്പെടെ പണയം വെച്ചുകൊണ്ട് വിജയേട്ടൻ ആ പണം തിരികെ കൊടുക്കാൻ ശ്രമം നടത്തുന്നു. അതെല്ലാം ശേഷവും പരിഹരിക്കപ്പെടാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഗത്യന്തരമില്ലാതെ, നിരവധിയായ തവണ ബന്ധപ്പെട്ട് കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഗത്യന്തരമില്ലാതെ ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. പിന്നെ ഈ കത്തുമായി ബന്ധപ്പെട്ട്, ഈ കത്ത്
പുറത്തുവിടുന്നത് CPIM-ന്റെയോ കോൺഗ്രസിന്റെയോ CPIM-ന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പാർട്ടിയുടെയോ ആളുകളല്ല. വിജയേട്ടന്റെ മകനാണ് ഇത് പുറത്തുവിടുന്നത്. വിജയേട്ടന്റെ കത്താണ് പുറത്തുവിടുന്നത്. വളരെ വ്യക്തമായി തന്നെ വിജയേട്ടൻ അത് കൃത്യമായി എഴുതിയിട്ടുണ്ടല്ലോ. ഇതിൽ എന്താണ് ഇനി അവ്യക്തതയുള്ളത്? കൃത്യമായി ആരുടെയൊക്കെ കയ്യിലാണ് പണമുള്ളത്, ആരൊക്കെയാണ് തിരിച്ചു തരാനുള്ളത്, ഈ പണം ലഭിക്കാത്തതിന്റെ ഭാഗമായി അദ്ദേഹം അനുഭവിച്ച പ്രയാസം, ഈ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിനുണ്ടായ പ്രയാസം, ഇതെല്ലാം പറയുന്നു. അവസാനം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത് എന്റെ മരണത്തിന് ഉത്തരവാദികൾ മേൽപ്പറഞ്ഞ നേതാക്കൾ, അതായത് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ, ഗോപിനാഥ് ഉൾപ്പെടെയുള്ളവരാണ് എന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. ഇനി എന്താണ് ഇവർക്ക് തെളിയേണ്ടത്? ഇപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് ഈ കുടുംബത്തെ, അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ഞങ്ങൾ അതാണ് പറഞ്ഞത്, ഇത് ആത്മഹത്യയല്ല, ഇരട്ട കൊലപാതകമാണ്. കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ്. ഇനി അവശേഷിക്കുന്ന അദ്ദേഹത്തിന്റെ മകനെയും കുടുംബത്തെയും കൂടെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വേട്ടക്കാരോടൊപ്പം ചേരുന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് അങ്ങേയറ്റം അപഹാസ്യമാണ്. അതുകൊണ്ട് അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇതിനെ മറികടാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതേണ്ടതില്ല. ശക്തമായ പ്രക്ഷോഭവുമായി ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് CPIM ഈ കാര്യത്തിൽ മുന്നോട്ട് പോകും. ശരി, അതാണ് CPIM-ന്റെ നിലപാട്.